അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അസ്സലാം. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഏതാനും സഹോദരിമാർ പീസ് റേഡിയോയിലേക്ക് അയച്ച ചില ചോദ്യങ്ങളാണ്. അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. തീർച്ചയായും ഈ ഉത്തരങ്ങൾ അതേ സാഹചര്യത്തിലുള്ള മറ്റു ആളുകൾക്കും ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളവർക്ക് അതിനുള്ളൊരു മുൻകരുതൽ എന്ന നിലക്കും ഇൻഷാ അല്ലാ ഈ ചർച്ച ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷാ അല്ലാ. പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ സ്നേഹക്കൂടിൻ്റെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ രൂപവും ലഭ്യമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത് പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സ്വലാഹിയാണ്. ഒരു ചോദ്യം റേഡിയോയിലേക്ക് താജുക്ക അങ്ങനെ വന്നത്, എൻ്റെ നാത്തൂൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബുദ്ധിമുട്ട് പറഞ്ഞ് എൻ്റെ പണ്ടം പണയം വെക്കാൻ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ പണയം വെക്കൽ ഹറാമാണ് എന്നറിഞ്ഞതുകൊണ്ട് കൊടുക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം തോന്നാറുണ്ട്. ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷേ കൊടുക്കുമ്പോൾ പ്രയാസം തോന്നാറുണ്ട്. ഇല്ലാഞ്ഞിട്ടാണല്ലോ നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നത്. നാളെ നമുക്കും ഈ ഒരവസ്ഥ വന്നുകൂടായികയില്ലല്ലോ എന്ന് തോന്നും. എന്താണ് പ്രയാസപ്പെടുന്നവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി? ഇവർ സൂചിപ്പിക്കുന്ന കാര്യം, ഇത്തരം ചർച്ചകളൊക്കെ അവരുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വരാറുണ്ട്, സ്നേഹക്കൂടും ലൈവ് കൗൺസിലിംഗ് ഒക്കെ. അപ്പോൾ ഈ ഒരു ചർച്ച അവർക്കും എത്താനും മനസ്സിലാക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ബിസ്മില്ലാ. ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് പഴയ ചോദ്യങ്ങളാണ്. നമ്മൾ ഹാരിസ് മൗലവിയുടെ രോഗവും അദ്ദേഹത്തിൻ്റെ ചികിത്സയും അതിൻ്റെ അനുബന്ധങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു പശ്ചാത്തലത്തിൽ ഒരുപാട് വൈകിക്കൂടാന്നുള്ള നിലക്കാണ് ഈ ചോദ്യങ്ങളോട് നമ്മൾ പ്രതികരിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ എപ്പോഴും സ്നേഹക്കൂടിൽ സാധാരണ നമ്മൾ പറയാൻ ശ്രമിക്കാറുള്ളൊരു കാര്യം, ഒരു വ്യക്തിയുടെ തികച്ചും അയാളുടെ ഒരു വലിയ ഒരു പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിൻ്റെയൊക്കെ ഒരു അവസ്ഥയിൽ നിന്നൊരു 3 വരി 4 വരി ടെക്സ്റ്റിൽ അല്ലെങ്കിൽ 10 വരി ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള അതിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളോടാണ് നമ്മൾ പൊതുവെ പ്രതികരിക്കുക. അപ്പം ആത്യന്തികമായി എല്ലാ നിലക്കും സമ്പൂർണമായ ഉത്തരം എന്ന് എടുക്കേണ്ടതില്ല. ഈ കാര്യത്തിലല്ല ഞാൻ പറയണത്. പ്രത്യേകിച്ച് ദാമ്പത്യം, കുടുംബം, ബന്ധവിച്ഛേദം, ഇതിലൊക്കെ അങ്ങനെ സ്നേഹക്കൂടൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊരൊറ്റ വാചകത്തിൽ അതിനെ ചുരുക്കി തീരുമാനങ്ങളിലേക്ക് പോകുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ഒരു തെറ്റായ പ്രവണതയാണ് ഇവിടെ ചോദ്യമായി വന്നിട്ടുള്ളത്. സാമ്പത്തികമായിട്ട് സഹായിക്കണം, സഹകരിക്കണം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പലിശയുടെ വഴിയിലുള്ള എല്ലാത്തരം സഹായങ്ങളും അത് പിന്നെ വളരെ കണിശമായി ഇസ്ലാം കൈകാര്യം ചെയ്തൊരു മേഖലയാണ്. സഹായ സഹകരണത്തിൻ്റെ മാനദണ്ഡം സൂറത്ത് മാഇദയിൽ ക്ലിയറായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വതആവനൽ ബിർരി വത്തഖ്വ വലാ തആവനൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ സഹകരിക്കേണ്ടത് നന്മയിലും തഖ്വയിലുമാണ്. തഖ്വ ഉണ്ടാക്കിത്തരുന്ന സൂക്ഷ്മതയുള്ള ജീവിത നിലപാടുകളിലും നന്മയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരസ്പരം സഹായിക്കാം. പക്ഷേ വലാ തആവനൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മക്കും അതിക്രമങ്ങൾക്കും എന്ത് ചെയ്യരുത്? അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ആക്രമണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അത് ക്രമത്തിനെതിരായി വരുന്ന ഏതും. അപ്പോൾ ആ അർത്ഥത്തിൽ 100% ഈ സഹോദരിയോട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു കാരണവശാലും ആ ഒരു സഹകരണത്തിൻ്റെ ആവശ്യം ഇല്ല. ഒരു ഒറ്റത്തവണ ഈ വിഷയം ശരിയാം വിധം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിപ്പോൾ ഇനി എന്ത് തരം കാര്യങ്ങളാണെങ്കിലും, ചികിത്സയാണ്, വീട് നിർമ്മാണമാണ്, അങ്ങനെ വളരെ സെൻസിറ്റീവായ കുറേ കാര്യങ്ങളുണ്ടാകും. ഈ കുടുംബങ്ങളിലൊക്കെ പൊതുവേ ഈ പണ്ടം പണയം വെക്കുക, പലിശക്കെടുക്കുക, കടം വാങ്ങുക, ഇതിലൊക്കെ യാതൊരുവിധ പക്വതയും കാണിക്കാത്ത ആളുകൾ പൊതുവേ ഉണ്ടാവാറുണ്ട്. അവർക്കാണ് ഈ നാത്തൂൻ അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്താവശ്യത്തിനാണ് അവരത് ചോദിക്കണമെന്നുള്ളതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്താവശ്യത്തിന് തന്നെയാണെങ്കിലും ഇസ്ലാമികമായി അത് പാടില്ല എന്ന ഉത്തരമാണ് നമുക്ക് ഖണ്ഡിതമായി കിട്ടണ ഒരു വിഷയമാണ്. മദ്ഹബുകൾക്കിടയിൽ വ്യത്യാസമില്ല, എവിടെയും വ്യത്യാസമില്ലാത്ത വിധം ഖണ്ഡിതമായി കിട്ടണ ഒരു കാര്യമാണത്. അപ്പോൾ ആ നിലക്ക് പലപ്പോഴും ഈ സാമ്പത്തിക ബാധ്യതകളൊക്കെ വരാറുള്ളത് വളരെ നെസസിറ്റി ഉള്ള, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കല്ല പലപ്പോഴും ഈ കടമൊക്കെ വാങ്ങാറുള്ളത്. ഒരു വ്യക്തി കടം വാങ്ങിയാൽ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന സമയമാണെങ്കിൽ പ്രവാചകൻ മയ്യത്ത് നിസ്കരിക്കൂല. തൻ്റെ സുഹൃത്തിൻ്റെ മയ്യത്ത് പ്രവാചകൻ തന്നെ നിസ്കരിക്കണമെന്ന സ്വഹാബിക്ക് തോന്നിയപ്പോൾ
ആ കടത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അദ്ദേഹം ഏറ്റെടുത്തു. ഞാൻ വീട്ടിക്കൊള്ള നബി എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി എണീറ്റ് ഇമാമായി നിസ്കരിച്ചു. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ കാണുമ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, നീ ആ കടം വീട്ടിയോ എന്ന്. നബിയെ, ഇന്ന് വൈകുന്നേരമല്ലേ ആയിട്ടുള്ളൂ. അടുത്ത ദിവസം രാവിലെ കാണുമ്പോൾ അതെന്നെ ചോദിക്കുകയാണ്. ഒരു ദിർഹം മാത്രമാണ് അവിടെ ഉള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ദിർഹമിൽ നിൻ്റെ കടത്തിൽ നിന്ന് ആ വ്യക്തി രക്ഷപ്പെട്ടത് ഇപ്പോഴാണ്, അഥവാ ഏറ്റെടുത്തുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല എന്നുള്ളൊരു മസലയും കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിൽ കടമെടുക്കുന്നിടത്തും പണം ചിലവാക്കുന്നിടത്തും കുടുംബങ്ങളിൽ നല്ല അച്ചടക്കം വേണം. വീട് 2ാം നില എടുക്കണമെങ്കിൽ വീട് 2ാം നില എടുക്കാനുള്ള പൈസ ഉണ്ടാകണം, അല്ലെങ്കിൽ കടം വാങ്ങണ പൈസ വീട്ടാൻ സംവിധാനം വേണം. കല്യാണത്തിന് ഒരുപാട് ആളെ വിളിക്കണമെങ്കിൽ അതിനുള്ള ക്യാഷ് വേണം. കടം വാങ്ങി കല്യാണം കഴിക്കുക, കല്യാണം കഴിപ്പിക്കുക. വസ്ത്രം വാങ്ങുമ്പോൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതിരിക്കുക, അതാണ് വാങ്ങിക്കൂട്ടുക, എന്നിട്ട് കടത്തിൻ്റെ കണക്ക് പറയുക. ഇതൊരു ശരിയായ സമീപനമല്ല. അങ്ങനെ നാത്തും പാഞ്ഞു വരുമ്പോൾ കൊടുക്കേണ്ടതില്ല. ഇനി ചികിത്സയും അനുബന്ധ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊരു സാമൂഹിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പല വഴികളും അതിലുണ്ട്. ഏതായാലും ഇങ്ങനത്തെ ഹറാമിൻ്റെ കാര്യത്തിൽ പലപ്പോഴും കുടുംബങ്ങളിൽ എങ്ങനെയാണ് പറയുക, എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ള വിഷമത്തിന്മേണ് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടർച്ചയായി നടന്നു പോകാറുള്ളത്. അപ്പോൾ സ്വസ്ഥമായി ഈ വിഷയത്തിൽ ധാരാളം പ്രഭാഷണങ്ങളും ക്ലാസ്സുകളൊക്കെ ഉണ്ട് താത്ത. ഇതിപ്പോൾ ഒരു പലിശയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആക്കിലുഹുവ മുക്കിലുഹുവ കാത്തിബുഹു, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. തിന്നുന്നവനും തീറ്റിക്കുന്നവനും സാക്ഷി നിൽക്കുന്നവനും ഒക്കെ എല്ലാ അർത്ഥത്തിലും പലിശ വാങ്ങണവനും അത് ഉപയോഗിക്കണവനും മാത്രമല്ല. ഈ സിഗരറ്റിനെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ്. സിഗരറ്റ് വലിക്കണവന് മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ളവർക്കും എൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ പ്രവാചകൻ ശപിച്ചൊരു വിഷയമാണ്. മാത്രമല്ല അള്ളാഹു അവരോട് യുദ്ധത്തിലാണെന്നാണ്. ആ ആളുകളോട് അള്ളാഹു യുദ്ധത്തിലാണ്. മാത്രമല്ല അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, അള്ളാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തെ ഹലാലാക്കുകയും ഇതിനെ നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്, പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പലിശയുടെ 70ാമത്തെ അംശം എടുക്കുന്ന വ്യക്തി പോലും സ്വന്തം മാതാവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവനെ പോലെയാണെന്നുള്ള ശക്തമായ വാചകങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ പറ്റും. 70ാമത്തെ അംശം, 1ാമത്തെ അംശം പോലും അല്ല, ഏറ്റവും ചെറിയ സാധനം. അപ്പോൾ അവിടെ ഒന്നൊരു കോംപ്രമൈസ് യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അപ്പം കോംപ്രമൈസ് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ബഹളം ഉണ്ടാക്കണമെന്നോ, നമ്മളെ ആളുകൾ അങ്ങനെയാണ് പലപ്പോഴും കാണുക. താത്ത വന്നത് ചോദിക്കുമ്പോൾ ഇനിയൊരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യണം, പറയണം, ഈ കാര്യങ്ങളൊക്കെ പറയണം. ഞാനിങ്ങനെ യൂട്യൂബിലൊരു സ്പീച്ച് കേട്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്കത് ഇങ്ങനെ വളരെ ബുദ്ധിപരമായ കാര്യം സംസാരിക്കുകയാണ് വേണ്ടത്. ഇനി അതല്ല കുറച്ചും കൂടി ഓപ്പണായി പറയാവുന്ന അടുപ്പമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഞാൻ ഈ വിഷയം ഒന്ന് പീസ് റേഡിയോയിൽ എഴുതി ചോദിച്ചപ്പോൾ അതിലവർ പറഞ്ഞ മറുപടി ഇതാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഇത് വിറ്റ് കൊടുക്കണതിന് യാതൊരു കുഴപ്പമില്ല, അത് സ്വതക്കയാണ്. പക്ഷെ സ്ത്രീകൾ പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില സ്ത്രീകൾ ഭയങ്കര, ഞാനീ പറയുന്ന ഉദാഹരണത്തോടെ ഭയങ്കര പ്രകോപിതരാകും. വിഷയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം. ഇവിടെ ഭർത്താവുണ്ട്, ഇവിടെ സ്വർണ്ണമുണ്ട്, ഇതിൽ 2-1 എനിക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ സ്വർണ്ണത്തോടൊരു ഇഷ്ടം ഉണ്ടാവുമെന്നാണ് പഴമക്കാർ പറയാം. മൂപ്പരങ്ങൾ കൊണ്ടേക്കോളി, ഇത് പിന്നെ കിട്ടൂല എന്ന് പറയുന്നതാണ്. ഞാനൊരു സ്ത്രീകളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പൊതുവേ അതിനോടൊരു ഭയങ്കര ഹുബുണ്ടാകും, ആ ഒരു സ്വർണ്ണത്തോടുള്ള ഒരു വല്ലാത്ത ആവേശം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടീൻ്റെ മേലതൊക്കെ ഇട്ട് ആ കൂടെ വലാ തബറുജൽ ജാഹിലിയത്തല്ലൂല എന്ന് ഖുറാൻ പറഞ്ഞ ആ തബറുജ് പൂർണ്ണമായിട്ട് സൗന്ദര്യം പ്രകടിപ്പിച്ചൊരു പെണ്ണും പുറത്തു പോകരുതെന്ന് പറഞ്ഞാൽ ആ അടിസ്ഥാനത്തെ ലംഘിച്ചുകൊണ്ട് പലപ്പോഴും സ്ത്രീകളിത് ധരിക്കുന്നത്. അപ്പോൾ എന്നാൽ സ്വന്തം മഹർമാലെടുത്ത് എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അതൊരു സംശയമല്ല. അപ്പോൾ ഭർത്താവ് യാത്രക്ക് പോകുമ്പോൾ സ്വഹാബി വനിത പറയുന്നുണ്ട്, ഇന്നാ ലനസ്ബിറു അലൽ ജൂ വല നസ്ബിർ അലന്നാർ. നിങ്ങൾ കച്ചവടത്തിനാണ് പോണേ, ഇത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഹറാമായ സമ്പാദ്യം കൊണ്ടിങ്ങോട്ട് വരരുത്, ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം, പക്ഷേ ഞങ്ങൾക്ക് എന്ത് സഹിക്കാൻ പറ്റൂല, നരകം സഹിക്കാൻ പറ്റൂല. അപ്പോൾ നരകം സഹിക്കാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റിയിൽ ഇത് തുറന്ന് സംസാരിക്കുകയാണ് വേണ്ടത്. നാത്തൂൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ജനുവിനാണെങ്കിൽ, ചികിത്സ പോലെയൊക്കെയുള്ള വളരെ അനിവാര്യമായ കാര്യമാണെങ്കിൽ അതിനെ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കി അത് പരിഹരിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മളെ സ്വർണം വിറ്റിട്ടാണെങ്കിലും അവരെ സഹായിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ പണയത്തിനൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഈ പണയം വെക്കുന്ന ആളുകളെ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യം, ഏതാണ് ലാഭം എന്ന്. ശരിക്കും ഈ പണയത്തിന് പൈസ വെച്ചു, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1,00,000 രൂപ വിലയുള്ള ഒരു ആഭരണമാണെങ്കിലും ഒരു 20,000 രൂപക്കൊക്കെ വേണ്ടിയാണ്
അത് പണയം വെക്കുക. അതെ ശരിക്ക് അതെ ആ 20,000-ന് പിന്നെ അത് തിരിച്ചെടുക്കുന്നത് വരെ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അത് ശരിക്കും വലിയ നഷ്ടമാണ്. അത് പലിശക്ക് പൈസ എടുക്കുകയാണെങ്കിലും പണയം വെക്കുകയാണെങ്കിലൊക്കെ ശരിക്കും വലിയൊരു നഷ്ടം. അതായത് ഭൗതികമായി നോക്കുമ്പോൾ തന്നെ അതിന് വലിയൊരു നഷ്ടമുണ്ട്. അതൊരു അത്യാവശ്യത്തിനൊരു പണം പെട്ടെന്ന് കിട്ടുന്നു ഉം. എന്നത് മാത്രമാണ് അതിലൊരു ഗുണമായി കാണുന്നത്. ബാക്കി എല്ലാ നിലക്കും ഭൗതികമായി നോക്കുമ്പോഴും പാരത്രികമായി നോക്കുമ്പോഴും അതൊരു വലിയ നഷ്ടമാണെന്നുള്ളത് പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. തീർച്ചയായും നല്ലൊരു പോയിന്റാണ് അബ്ദു ആഡ് ചെയ്തത്. മറ്റൊരു ചോദ്യമുള്ളത്, ഇന്ന് പൊതുവെ സ്ത്രീകളുടെ ചോദ്യങ്ങൾ, ഭാര്യമാരുടെ ചില ചോദ്യങ്ങളാണ് ഉള്ളത്. എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഞാൻ ഒരു തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് അങ്ങനെ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്നയാളല്ല. മക്കളെ അവരുടെ ഒരു മജ്ലിസുന്നൂർ എന്ന പരിപാടിയിൽ കൊണ്ടുപോകാറുണ്ട്. കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാലും അവരുടെ വാപ്പയും ഉമ്മയും കൊണ്ടുപോകും. ഭർത്താവിൻ്റെ വാപ്പയും ഉമ്മയും കൊണ്ടുപോകുന്ന കാര്യമായിരിക്കും. കുട്ടികളുടെ ഉപ്പയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നേർച്ച ചെയ്ത ഭക്ഷണം കഴിപ്പിക്കും. ഇതിനെന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? തീർച്ചയായും ഇതിനൊരു വിശദീകരണം നൽകണമെന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം. വളരെ മികച്ചൊരു ചോദ്യമാണ്. ഇങ്ങനത്തെ വലിയ ജീവിത പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു കാലത്തെ നമ്മുടെ ഒരു പ്രശ്നം മാത്രമല്ല. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അത്രയും ത്യാഗങ്ങൾ അനുഭവിച്ച കുറേ ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഫറോവിൻ്റെ ഭാര്യയായി ആസിയ ബീവി ജീവിക്കുമ്പോൾ ആ ഫിറോവിൻ്റെ കൊട്ടാരത്തിലെ സർവ്വ സൗകര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് അവർ അള്ളാഹുവോട് ചോദിച്ചത്, റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമി ത്വാലിമീൻ. പടച്ചോനെ, എനിക്ക് ഫിറോവിൻ്റെ മഹാകൊട്ടാരത്തിലെ രാജ്ഞിയായി ഒന്നും വാഴണ്ട, നിൻ്റെ സ്വർഗമതി എനിക്ക് എന്ന ഒരു ശക്തമായ നിലപാട് അവർ പുലർത്തിയിട്ടുണ്ട്. ആ നിലപാടിൽ ഇങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കൊക്കെ പാഠമുണ്ട്. കാരണം ആ നിലപാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ചരിത്രം മുഴുവൻ വായിക്കാൻ കണ്ടെന്ത് ചെയ്തു? പ്രശംസിച്ചു, അഭിനന്ദിച്ചു. അത് അങ്ങനത്തെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സംഭവിച്ചു പോയ ആ കാര്യം ഒരിക്കലും പ്രസ്താവിക്കപ്പെടാതെ അങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷേ മനുഷ്യചരിത്രം മുഴുവൻ 1000 ആവർത്തിയത് വായിക്കാൻ കണ്ട് പടച്ച റബ്ബത് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത ഗ്രന്ഥത്തിൽ ഈ വചനമൊന്നും ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഈ വചനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാണ്. അത് കംപ്ലീറ്റ് ആരെടുത്ത് ഒഴിവാക്കാൻ നോക്കിയാലും അതവിടെ ഉണ്ടാവും. അത് എങ്ങനെയെങ്കിലും അത് രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നൊരു വചനമായി അത് നിലനിർത്തിയതിൽ നമുക്ക് പാഠമുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹുവിൻ്റെ ചരിത്രം ഇതിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കാവുന്ന മറ്റൊരു സംഭവമാണ്. അബൂ സലമയും ഉമ്മു സലമയും ആദ്യഘട്ടത്തിൽ മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ച ആളുകളാണ്. എല്ലാം ഒരുക്കി മകനെയും കൂട്ടി അവർ പിഞ്ചു ബാലനെയും കൂട്ടി അവർ പോകാനൊരുങ്ങുമ്പോൾ ഉമ്മു സലമയുടെ കുടുംബം ഉമ്മു സലമയെ വളരെ ബലിഷ്ഠമായി പിടിച്ചുകൊണ്ടുപോയി. ഇതറിഞ്ഞ അബൂ സലമയോട് ഉമ്മു സലമ പോകാൻ പറഞ്ഞു. നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വിശ്വാസ സ്വാതന്ത്ര്യമുള്ള യസ്രിബ് പട്ടണം മദീനത്തുർ റസൂലായി മാറിയ പ്രവാചകൻ ഹിജറ ചെയ്തെത്തിയ നാട്ടിലേക്ക് അദ്ദേഹം പോയി. ഇതറിയുമ്പോൾ അബൂ സലമയുടെ കുടുംബം ഉമ്മു സലമയുടെ വീട്ടിൽ വന്ന് മകനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഒരേ സമയത്ത് 2 വേദനയാണ്. ആ കുട്ടിയുടെ കയ്യെ കൊടിഞ്ഞു തൂങ്ങി ഒരു വളരെ ശക്തമായ വേദനയിലൂടെയാണ് ഉമ്മു സലമ പോയത്. ഉമ്മു സലമ റളിയല്ലാഹു പക്ഷേ അബൂ സലമയെ നഷ്ടപ്പെട്ട ആ സ്ഥലത്ത് ഇരുന്ന് അങ്ങനെ കരയും. ദീർഘകാലങ്ങൾക്ക് ശേഷം ഉമ്മു സലമയുടെ കുടുംബം മനസ്സിലാക്കി എന്താണ് ഉമ്മു സലമനെ മാറ്റാൻ കഴിയാത്തത്ര ശക്തമാണ് അവരുടെ വിശ്വാസം എന്ന്. അവർ വിചാരിച്ചത് ഇതിലങ്ങോട്ട് അലിഞ്ഞു ചേർന്നോളും എന്നാണ്. നമ്മളെ സ്ത്രീകളൊക്കെ പൊതുവെ അങ്ങനെയാണ്. എവിടെയെങ്കിലും ചെന്നാൽ അവിടുത്തെ ഭർത്താവിൻ്റെ, അവിടുത്തെ അമ്മായിമാൻ്റെയും, അവിടുത്തെ നാട്ടുകാരുടെയും, അവിടുത്തെ കുടുംബക്കാരുടെയും, അവിടുത്തെ സൽക്കാരത്തിൻ്റെയും, അവിടുത്തെ കല്യാണത്തിൻ്റെയും ഒക്കെ ഒരു സുരക്ഷിതത്വത്തിലേക്ക്, അവർ വിചാരിക്കുന്ന ഒരു ആശ്വാസത്തിലേക്ക്, തുറിച്ചുനോട്ടങ്ങളില്ലാത്ത ഒരു പിന്നെ ആരുടെയും മുന്നിൽ കണ്ണിലെ കരടാകാത്തൊരു സ്പേസിലേക്ക് അങ്ങോട്ട് ചേരലാണ്. ഉള്ളിൽ വിശ്വാസമൊക്കെ ഉണ്ടാവും, ഒരു പെടച്ചിലൊക്കെ ഉണ്ടാവും കുറച്ചു കാലം. പിന്നെ പതുക്കെ അതിൻ്റെ ഒരാളായി അങ്ങനെ മാറുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടാവല്. ഈ സഹോദരി അതിന് സന്നദ്ധമാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉപദേശിക്കുന്നത്, ഈ ചോദ്യം ചോദിക്കുന്നതും. അവർക്ക് വേണ്ടി കേൾക്കുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, അവർക്ക് പരിഹാരം പഠിച്ചുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഉമ്മു സലമ ശക്തമായി പിടിച്ചു നിന്നപ്പോൾ ഉമ്മു സലമ അവിടെ വിജയിക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹുവിനെ അങ്ങോട്ട് പോകാൻ അനുവദിക്കുന്നു. ഒരു യാത്രാ സംഘത്തിൽ ചേരുന്നു. അവർ മദീനയിലെത്തുന്നു. അപ്പോഴേക്ക് അബൂ സലമയുടെ മരണ വക്രത്തിലേക്ക് എത്തുന്നുണ്ട്. അബൂ സലമയെ അന്ത്യയാത്രയാക്കാനാണ് അവർ ചെല്ലുന്നത്. അവിടെ വെച്ച് അവർ മരിച്ച അബൂ സലമൻ്റെ മയ്യത്തിൻ്റെ അരികിൽ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി പറയണത്, നീ അല്ലാഹുമ്മ ജുർലി ഫി മുസീബത്തി
വഖ്ലുഫ്ലി ഖൈറൻ മിൻഹ, അള്ളാഹുവേ എൻ്റെ ദുരന്തത്തിന് എനിക്ക് നീ കൂലി തരണം, ഇതിലേറെ നല്ലത് തരണം എന്നെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചു, അബൂ സലമിനെക്കാളും നല്ലൊരാളെ ഈ മധ്യവയസ്കയായ എനിക്ക് എവിടുന്ന് കിട്ടാനാണ്, വാർദ്ധക്യത്തിലേക്ക് എത്തി തുടങ്ങിയ എവിടുന്ന് കിട്ടാനാണ്, എന്നാലും നബി പറഞ്ഞല്ലേ. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് നബിയുടെ ബെഡ്റൂമിലെ പുതുനാരിയായിട്ടാണ്, മണവാട്ടിയായിട്ടാണ് മുസലമനെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ച കാര്യം, ഇങ്ങനെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ധാരാളം ആളുകളെ കോട്ട് ചെയ്യാൻ പറ്റും, നിരവധി ആളുകൾ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ആ ചരിത്രങ്ങളൊക്കെ പടച്ച റബ്ബ് ഖുറാനിലും ഹദീസിലും ചരിത്രത്തിലൊക്കെ ബാക്കിയാക്കിയത് നമ്മൾക്കിതിലൊരു നിലപാട് സ്വീകരിക്കാനുണ്ടെന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ സഹോദരിയോട് നമുക്ക് പറയാനുള്ളത്, സാധാരണ ഇങ്ങനെ ഉപദേശിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പറ്റുന്നൊരു കാര്യം, ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി അട്ടിമറിക്കാൻ നോക്കും. അത് ഭയങ്കര അബദ്ധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ടാണ് ഒരു ജനദിനം മാറ്റിയത്. എന്തോ ഒരൊറ്റ ദിവസം കൊണ്ട്. അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് കൽബ് എന്നാണ്. പഠിച്ചവൻ ഇങ്ങനെ മക്കാരെ കൽബിന് തിരിച്ചാൽ മതിയായിരുന്നല്ലോ. ഇല്ല, അപ്പം അതിലൊക്കെ നമുക്ക് പാഠമുണ്ട്. യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, തസ്കിയത്ത് നടക്കണം, തഅല്ലുമ് നടക്കണം, പഠിപ്പിക്കൽ നടക്കണം. അപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ബോധപൂർവം പതിയെ എല്ലാ കാര്യത്തിലും പോയി നോ പറയല്ല, ഏറ്റവും ഇഷ്യൂ ഉള്ള കാര്യത്തിൽ പോയി പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികളെ ശരിയായ രീതിയിൽ അവരിങ്ങനെ മൗൾഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ തന്നെ പറയും ഞങ്ങൾ വരുന്നില്ല എന്ന്. ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് വേണ്ടത് അതാണ്. മക്കളെ ശരിക്കും ചേർത്ത് പിടിച്ച് ആയാൽ ഇതിൻ്റെയൊക്കെ കൂടെ ശരിയായ പ്രാർത്ഥന വേണം. ഈ പ്രാർത്ഥനയ്ക്ക് നിർവഹിക്കാൻ കഴിയാത്തൊരു കാര്യമല്ല. പ്രാർത്ഥന എല്ലാം അട്ടിമറിക്കും. കടലിനെ പിളർത്തി മൂസാ നബി അലൈഹി സ്വലാമയുടെ ജനതയെ രക്ഷിച്ചത് തൗഹീദിൻ്റെ കാര്യത്തിലാണ്. അപ്പം പ്രാർത്ഥനയ്ക്ക് അതിൽ വലിയ റോളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ എപ്പിസോഡിനെ കേൾക്കാൻ സാധ്യതയുള്ളൊരു സഹോദരി, അവർക്ക് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇരിക്കുമ്പോൾ എൻ്റെ വൈഫിനൊരു കോള് വന്നു. കോള് പിന്നെ ഇവർ പ്രസവിച്ച് ഇവരുടെ ഇത്താത്താൻ്റെ അടുത്തുനിന്ന്, ഒരു ടൈലറാണ് ഇത്താത്ത, അവരിങ്ങനെ പീസ് റേഡിയോ പ്ലേ ചെയ്യുന്ന ഇത് കേട്ടിട്ട് ഇത് എന്താണെന്ന് ചോദിച്ച് അങ്ങനെ അതിലേക്ക് എത്തിയ ഒരാളാണ്. അങ്ങനെ അവർ 100% ഒരു തൗഹീദിൻ്റെ മനസ്ഥിതിക്ക് എത്തി. നല്ല പഠിക്കണം, മിടുക്കിയായ പെൺകുട്ടിയാണ്. അങ്ങനെ അവർ പ്രസവിച്ചപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ഉപ്പ എന്നിട്ട് ഒരു ചരട് കെട്ടി. അപ്പോൾ അവരിത് പൊട്ടിക്കണോ വേണ്ടേ. അപ്പോൾ എൻ്റെ വൈഫിനെ വിളിക്കണം, എനിക്ക് സഹിക്കണില്ല, കാരണം ഇന്നത്തമ ഇമവത്തി വല്ലത്തെ ഷിർക്കുൻ, സൊയ്ക്കൽ ഉറുക്കൊക്കെ ഷിർക്കാണ് എന്നുള്ളത് അവരുടെ ഉള്ളിലുണ്ട്. അതാണല്ലോ പഠിച്ചവനെ എൻ്റെ കുട്ടിയെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, പൊട്ടിച്ചാൽ അവരുടെ ഒരു നിലപാടും കാര്യങ്ങളൊക്കെ അറിയും, അത് ചർച്ചയാകും, പ്രശ്നമാകും, ഭർത്താവ് അവർക്ക് സപ്പോർട്ടീവല്ല. അപ്പോൾ നമ്മൾ അവരോട് പറയാൻ വേണ്ടി തീരുമാനിച്ചു, നിങ്ങളാണ് പ്രാർത്ഥിക്കാൻ പൊട്ടിക്കോളൂന്ന്. ശരിക്കും നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടി പറയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊട്ടിക്കിടക്കുന്നുണ്ട്, എങ്ങനെ അറിയില്ല. അപ്പോൾ അത് വീണ്ടും എടുത്ത് കെട്ടി, പിന്നെ ഇത് പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചൂടായി, ആരത് അയച്ചിടണേ, ആരോ അയച്ചിടണല്ല. അമ്മായിമ്മ പറഞ്ഞു അത് ചാടണ, ഓനത് വേണ്ട, അവനത് വേണ്ടി വരില്ല, നിങ്ങൾ പോയി കെട്ടാൻ പോകണ്ട എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഞാനിവിടെ പറയണത്, നമ്മുടെ ഉപദേശത്തിൻ്റെ ടോണ് വളരെ ക്ലിയർ ആകണം. ഉപദേശം എല്ലാറ്റിലും കൂടി ഉപദേശിക്കാൻ പോകരുത്. ഉപദേശം ഒരിക്കലും ആക്ഷേപമോ താരതമ്യമോ കുത്തിപ്പറയലോ വിമർശനമോ ആകരുത്. ശരിയാം വിധം എന്ത് ചെയ്യണം, അങ്ങനെ പറഞ്ഞെടുത്ത് ക്ലിയറാക്കി കൊണ്ടുവരണം. നന്നായി പ്രാർത്ഥിക്കണം, കരഞ്ഞു പഠിച്ചവനോട് പറയണം. ഇനി ഇതൊക്കെയാണെങ്കിലും നമ്മളെ നിലപാടിൽ ശരിയായി ഉറച്ചു നിൽക്കണം. കുട്ടികളെ ശരിക്ക് ഉപദേശിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. ഓരോ സന്ദർഭവും സാഹചര്യവും ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത്, തെളിവുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത്, നമ്മൾ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ എത്തിച്ചു കൊടുത്ത് എന്ത് ചെയ്യണം, ക്ലിയറാക്കണം. അതും ഭർത്താവിൻ്റെ ഉമ്മയും ബാക്കിയുള്ള സ്പേസിലൊന്നും മൂപ്പരെ ഉപദേശിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പോകരുത്. പെണ്ണിനൊത്ത് മാറി എന്നുള്ള ഒരു പിന്നെ നാണവും ചമ്മലും ഒരു പെൺകോന്തൻ എന്നുള്ള വിളിൻ്റെ സാധ്യതയൊക്കെ അയാൾ ഭയപ്പെടുന്നുണ്ടാകും. മനസ്സിന് നല്ല ധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, നിലപാടെടുക്കാനുള്ള പ്രയത്നങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ക്രമേണ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് പരിക്കതിലുണ്ടാകും. അത് ദഅവത്തിൻ്റെ കാര്യം പറഞ്ഞിടത്തൊക്കെ സബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സബർ ഉണ്ടായാൽ മതി. അപ്പോൾ ഇനി അവർ മാറിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചു എന്ന ആശ്വാസമായിരിക്കും പൊതുവേ നമുക്കുണ്ടാകുക. ആരും മാറ്റാനും നമുക്ക് പറ്റൂല. മാറ്റാൻ പറ്റുകയാണെങ്കിൽ അബൂ ത്വാലിബിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റേണ്ടിയിരുന്നു. അതുണ്ടായിട്ടില്ല. പരിശ്രമിക്കുക എന്നുള്ളതാണ് മാ അലൈക ഇല്ലൽ ബലാഗ്, സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളതെന്നാണ് ചുരുക്കി പറയാനുള്ളത്. ഈ ഇതിൽ ഇടപെടുന്ന വിഷയം അതൊരു ചെറിയ എന്തെങ്കിലും ഒരു സ്വഭാവ പ്രശ്നമോ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും വിഷയത്തിലോ അല്ല ഇടപെടുന്നത്. ഇത് തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും വിഷയത്തിലാണ് ഇടപെടുന്നത്. അപ്പോൾ തീർച്ചയായും
അത് അള്ളാഹുവിൻ്റെ വിഷയത്തിലുള്ള ഒരു ഇടപെടലായതുകൊണ്ട് തന്നെ അതിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം ഉണ്ടാവും. ഇതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അതിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് അവരുടെ ഒരു പ്രയാസം പറഞ്ഞ സമയത്ത് പറയേണ്ടി വന്നു. അപ്പോൾ അയാൾ ഒരു കാരണവശാലും തൗഹീദ് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല എന്ന് നാട്ടുകാർ പറയണ ആളാണ്. പക്ഷേ കുറച്ച് അധികം മാസങ്ങൾ കഴിയാതെ തന്നെ അദ്ദേഹം പിന്നീട് ഒരു ദഅ്വാ രംഗത്ത് പോലും ഇടപെടുന്ന ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കണ അദ്ദേഹത്തിൻ്റെ ചെറിയ സ്പേസിൽ പറഞ്ഞു കൊടുക്കുന്ന ആളായി മാറി എന്നുള്ളത്, അത് തീർച്ചയായും ഭാര്യമാർ എത്രമാത്രം ആഗ്രഹിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് മനസ്സിലാകാൻ വേണ്ട ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഫലപ്പെടുക തന്നെയാണ് ചെയ്യുക. കൂടുതൽ നല്ലൊരു ഭാര്യയാകുക. അതെ, ഞാൻ ഇങ്ങനത്തെ ഒരു ആശയത്തിലേക്ക് എത്തിയതോടുകൂടി അവൾ ഭയങ്കര ഉഷാറായിട്ടുണ്ട്. എനിക്കുള്ള എല്ലാ കുറവുകളുടെയും മേഖല അവൾ പരിഹരിക്കുന്നുണ്ട്, അവൾക്കൊരു പുതിയ മാറ്റം വന്നിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടും വിധം നമ്മൾ കൂടുതൽ ദീനിലേക്ക് അടുക്കുക. അപ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ സ്വാഭാവികമായി തൻ്റെ ഒരു എതിർ ചേരിയിലുള്ള ആളായി കണ്ട് പിന്നെ വേറൊരു ആദർശത്തിലുള്ള ആളായി വിചാരിക്കുമ്പോൾ ഒരു അകൽച്ചക്കാണ് സാധ്യത ഉള്ളത്. പിണങ്ങാനാണ് സാധ്യത. രണ്ടാളും പറഞ്ഞു തെറ്റിയിട്ട് പിന്നെ ഒരു ചർച്ചയുടെ ഡോറ് തുറക്കാതെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യണ്ടെന്നൊക്കെ തീരുമാനിക്കും. അതുണ്ടായാൽ ഭയങ്കര നഷ്ടമാണ്. മറ്റൊരു സമാനമായൊരു സംശയം തന്നെ വേറൊരു സഹോദരിയും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിലും പലതര അനാചാരങ്ങളും അവർ പിൻപറ്റുന്നു. ഇപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറാൻ നിൽക്കുകയാണ്. പുതിയ വീട്ടിൽ പാലുകാച്ചൽ ചടങ്ങ് അവർക്ക് നിർബന്ധമാണ്. പല പ്രഭാഷണങ്ങളും കേൾപ്പിച്ച് ഞാൻ അവരോട് ഇത് നമ്മുടെ വീട്ടിൽ നടത്തരുതെന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഈ ഒരു കാര്യം പറഞ്ഞാൽ ഭർത്താവിനും എന്നോട് ദേഷ്യമാണ്. പുതിയ വീട്ടിലേക്ക് മാറുന്ന ഈ സമയത്ത് അവരോട് നല്ല നിലയിൽ നിൽക്കണമെന്നത് ആഗ്രഹമാണെന്നതുകൊണ്ട് കർശനമായി പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രതിസന്ധിയാണ് അവരനുഭവിക്കുന്ന, ഒരു വലിയ പ്രതിസന്ധിയാണ്. ഒരു പുതിയ വീടുണ്ടാക്കിയിരിക്കുന്നു, അത് അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതിനൊരു നന്ദി കാണിക്കണം. ആ നന്ദി ഒരിക്കലും പടച്ചോനെ എൻ്റെ ഹറാമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാകരുത്. ഒരു ഷിർക്കിലേക്ക് എത്തിക്കാവുന്ന വഴികൾ ഉള്ളൊരു കാര്യമാണ്, നിഷിദ്ധങ്ങളാണ് എന്നുള്ളതൊക്കെ അവരുടെ ഒരു ആഗ്രഹമാണ്. അതവർ പറയുന്നതാണ് വേണ്ടത്. അവർ പിണങ്ങാതെ പറയണം, ഒഴിച്ച് പറയണം. എൻ്റെ മനസ്സിതാണ്, ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇതിൻ്റെ വശങ്ങൾ ഇന്നതാണ്. പാല് കാച്ചൽ എന്ന് പറഞ്ഞാൽ അത് വന്നത് ഇന്നോടത്തു നിന്നാണ്. ഇത് നമുക്ക് പടച്ചോ നമുക്ക് ചെയ്തെന്നൊരു അനുഗ്രഹത്തിനുള്ള ശരിയായ സമീപനം ഇതല്ല വേണ്ടത് എന്നത് എന്ത് ചെയ്യണം, അവർ പറയുന്നതാണ് വേണ്ടത്. അവർക്കതിൽ പിന്നീട് കുറ്റബോധം ഇല്ലാതെ പടച്ചോനെ കാണാൻ അവരത് പറയണം വേണ്ടത്. പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ആദ്യം ഭർത്താവിനെയാണ് എന്ത് ചെയ്യേണ്ടത്. ഭർത്താവ് പിണങ്ങും, ഭർത്താവിൻ്റെ അടുത്താണ് വരുന്നത് ശൈത്താനാണ്. അപ്പോൾ ഭർത്താവിനെ ശരിക്ക് വളരെ സ്നേഹപൂർവ്വം ഏറ്റവും എളിമയുള്ള വിനയമുള്ള ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിറക്കണ്ണുകളോടെ അത് നിർവഹിക്കുക. പിന്നെ ആരോടൊക്കെയാണോ അവരോടൊക്കെ അത് പറയാം. അതിൽ നിന്ന് സാധ്യമാകുന്ന എത്ര ദൂരമുണ്ടോ അത്ര ദൂരം വിട്ടു നിൽക്കുക. അവർ ഒരു കാരണവശാലും അതായിട്ട് സഹകരിക്കേണ്ട ഒരു കാര്യം ഇല്ല തന്നെയാണ്. കാരണം അത് നിഷിദ്ധമാണ്. തആവനുൽ ബിർരി വത്തഖ്വ വലാ തആവനുൽ ഇസ്മി വൽ ഉദ്വാൻ. ഹറാമിൻ്റെ കാര്യത്തിൽ സഹകരിക്കേണ്ടതില്ല. പിന്നെ അവർ ഈ വെളിച്ചമൊക്കെ ഉള്ള ആളുകളാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവർക്ക് അധികമൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാനും ഒന്നും പറ്റില്ല. ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഉമ്മ, അവരുടെ ഭർത്താവിൻ്റെ ഉമ്മ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുണ്ടാവും, ഒരു ഫാക്ടർ ഉണ്ടാവും, വലിയ ഒച്ചയുള്ള ഒരാളുണ്ടാവും, കുറച്ച് വാശിക്കാരിയായ ഒരു ഡിസോർഡർ പേഴ്സൺ ഉണ്ടാവും. അവരെ തൃപ്തിപ്പെടുത്താനായിരിക്കും എല്ലാവരും ഇത് ചെയ്യണത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കുടുംബത്തിലും ബന്ധത്തിലൊക്കെ ഉള്ള ആളുകളൊക്കെ വരുമ്പോൾ അതില്ലെങ്കിൽ എന്താണാകുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും ഇതിൻ്റെ മതപരമായ വിധി അവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ കോമണായി ഈ സ്ത്രീക്കും അവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു ദീനീയായ വൈജ്ഞാനികമായ അവസ്ഥയുള്ള ഒരാളുമായി ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു വഴിയാണ്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അയാൾ പറഞ്ഞാൽ അത് സ്റ്റോപ്പാകുമെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ഇതേ ആശയവും നിലപാടും സ്വീകരിക്കുന്ന വ്യക്തികളെ വേണമെങ്കിൽ ഇതിൽ ഇടപെടിപ്പിക്കാനൊക്കെ പറ്റും. അതായത് പറഞ്ഞാൽ 3-4 വരി ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പറയുന്നതിൽ നമുക്ക് എന്തുണ്ട്, പരിമിതികളുണ്ട്. നമുക്ക് മനസ്സിലായൊരു ഫ്രെയിം വെച്ചിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ പാല് കാച്ചൽ എന്നുള്ളതിൻ്റെ പിന്നിലെ ഈ അതിൻ്റെ ഒരു ടെക്സ്റ്റിൽ ഉള്ളത് പാല് കാച്ചുന്നതിൻ്റെ ഇതൊരു ഹൈന്ദവ ആചാരത്തിൽ നിന്നാണ്, ഒരിക്കലും ഇസ്ലാമിലുള്ളതല്ല. ഒരു പുതിയ വീട്ടിൽ കയറുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, പുതിയ വീട്ടിൽ കയറുമ്പോൾ ഇന്നത് ചെയ്യണമെന്ന് പ്രത്യേകമായൊരു നിർദ്ദേശം ഹദീസുകൾ വന്നതായിട്ട് കണ്ടിട്ടില്ല.
പിന്നെ ഒരു പാല് കാച്ചുക എന്നുള്ളത് അതിൻ്റെ ഹൈന്ദവാചാരങ്ങളുടെ പുസ്തകങ്ങളിലുള്ളത് ഗണപതി ഹോമം നടത്തിയതിന് ശേഷം വേണം പാല് കാച്ചാൻ. പാല് കാച്ചുമ്പോൾ പാല് തിളച്ച് അത് അടുപ്പിൽ തന്നെ വീഴണം. വെളുപ്പ് എന്നുള്ളത് വിഷ്ണുവിൻ്റെ അറിയിക്കാനുള്ളൊരു നിറമാണ്. അപ്പോൾ ആ വെളുപ്പ് നിറം എന്ത് ചെയ്യാണ്, അത് ഒഴുകി എന്നിട്ട് അതിൽ നിന്ന് പായസം ഉണ്ടാക്കണം. അങ്ങനെ അതിൻ്റെ കുറേ വിധികൾ അതിൽ പറയുന്നുണ്ട്. ആ വിധി പ്രകാരം പോകണം എന്നാണ് ഹൈന്ദവാചാരം. ഈ ഹിന്ദു ആചാരം മുസ്ലിങ്ങൾ ശരിക്കും സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഇത് മാത്രമല്ല, തൗഹീദുള്ള ആൾക്കാർക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് മറ്റു മതങ്ങളിലെ ദൈവങ്ങളുടെ സൃഷ്ടികളെ പൂജിക്കുന്നതിൻ്റെ കാര്യങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള വിഷയമാണ്. ഇതിപ്പോൾ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് അത് പറഞ്ഞതിനൊരു അനുബന്ധം പറയണം. അതായത് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഇത് ഹിന്ദു വിശ്വാസങ്ങളെ അധിക്ഷേപിക്കൽ എന്ന വകുപ്പിലേക്കാണ് നിങ്ങൾ ആ പാർട്ട് മാത്രം മുറിച്ചിട്ട് ഇടുക. നമ്മളിവിടെ ഏറ്റവും ശക്തമായ മനുഷ്യ സൗഹാർദ്ദം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ച പോലെ വേറെ ആരും പഠിപ്പിച്ചിട്ടില്ല. നീ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ പള്ള നിറയെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചുറങ്ങിയാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതേനെയാണ് അത് ബാധിക്കണമെന്നാണ് പഠിപ്പിച്ചത്. നിൻ്റെ മേൽക്കൂര അയൽക്കാരൻ്റെ വീടിന് തടസ്സമാകരുതെന്നാണ് പഠിപ്പിച്ചത്. ഇങ്ങനെയുള്ള ഏത് കാര്യവും പഠിപ്പിച്ച ഇസ്ലാം, പക്ഷേ വിശ്വാസത്തെ വിശ്വാസമായി തന്നെ കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മതലയനമല്ല ഇവിടുത്തെ വഴി. മുസ്ലിങ്ങളുടെ പള്ളിയിൽ വന്ന് സുബൈ 2 റക്അത്ത് ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ നിസ്കരിക്കുക, ഗണപതി ഹോമത്തിൽ പോയി മുസ്ലിങ്ങൾ പങ്കെടുക്കുക, അതല്ല ഇവിടെ പഠിപ്പിക്കണേ. രണ്ടു കൂട്ടരും അവരവരുടെ അസ്തിത്വങ്ങൾ, ശരിയായ നിലപാടുകൾ പാലിച്ചുകൊണ്ട് അവർക്കിടയിൽ മനുഷ്യർ എന്നുള്ള നിലക്കുള്ള നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും പരസ്പര സഹായങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മിംഗ്ലഡ് സൊസൈറ്റിയിൽ ഒരു സങ്കര സമൂഹത്തിൽ ജീവിച്ചപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വിശ്വാസപരമായ കൊണ്ടുകൊടുക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാ പറഞ്ഞ പോലത്തെ ഒന്നുമില്ല, ഇത് കുറച്ചൊരു പാല് കാച്ചണതാണ്. എന്തേ പാലെന്നെ കാച്ചണത്? അതൊരു വിഷയമാണ്. മനസ്സിലായില്ലേ? എന്താണ് പാലെന്നെ കാച്ചാൻ കാരണം? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് മദ്യമല്ല എന്ന് പറഞ്ഞിട്ട് മദ്യം കുടിച്ചാൽ, ഇത് പാലാണെന്ന് പറഞ്ഞിട്ട് മദ്യം കുടിച്ചാൽ ആകാത്ത പോലെയാണ്. മനസ്സിലായില്ലേ? അത് പിന്നെ അത് ആ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് പോലെയാണ്. അതുകൊണ്ട് ആ സഹോദരി ശരിയായി പ്രാർത്ഥിക്കുക, ഭർത്താവുമായിട്ട് ശാന്തമായി സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ട ആളുകളെ വീണ്ടും സംസാരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആളുകളെ ഇടപെടിച്ച് ചെയ്യാൻ പറ്റണ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അത് കൂടുതൽ സങ്കീർണമാവുകയില്ലെങ്കിൽ അങ്ങനെ ഇടപെടിക്കുക. ഇല്ലെങ്കിൽ മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി, കൈകൊണ്ട് തടയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് പറ്റില്ല, എല്ലാം തസ്തത്യ, അതിനെ നിനക്ക് സാധിക്കില്ലെങ്കിൽ ഫബിലിസാനി, നാവുകൊണ്ട് തടയലാണ്. ഇത് രണ്ടും നിങ്ങളാ വീട്ടിലൊരു മരുമോള് നിങ്ങൾക്ക് കഴിയണില്ലെങ്കിൽ ഖൽബിഹി, ഹൃദയത്തിൽ. അപ്പോൾ അതിൽ പങ്കെടുക്കാതെ നമ്മൾ മനസ്സുകൊണ്ട് വെറുത്തും മനസ്സുകൊണ്ട് വിഷമിച്ചു അതൊന്ന് വിട്ടു നിൽക്കുക. അവിടെ ശരിക്കും ഖുർആൻ ഓതുക, ദീനിയായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക. അപ്പം എന്ത് ചെയ്യും? പടച്ചോന് ചിലപ്പോൾ ഇരട്ടി പ്രതിഫലം തരുന്നതാണ് ആ സഹോദരനോട് പറയാനുള്ളത്. ഈ ആളുകൾ ഇത്തരം ആചാരങ്ങളിലേക്കോ അനുഷ്ഠാനങ്ങളിലേക്കോ പോകുന്നത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കോ എന്ന് പേടിച്ചിട്ടാണ്. വീട് വെക്കുമ്പോൾ വാസ്തുശാസ്ത്രം പരിഗണിച്ചിട്ടില്ലെങ്കിൽ ആ വീടിന് സംരക്ഷണം വാസ്തുദേവൻ നൽകുകയില്ല എന്നാണ് ഹിന്ദു വിശ്വാസം. ആ വിശ്വാസപ്രകാരമാണ് വാസ്തുശാസ്ത്രം നോക്കുന്നത്. ഒരു വാസ്തുവിശ്വാസമാണ് ശരിക്കും. അതേപോലെ ഈ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കുന്നുള്ള പേടിയാലാണ് ഒരു ഹിന്ദു സമൂഹം അത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രക്ഷ നൽകുന്നത്, അവന് പ്രയാസം വരുത്തുന്നതാണെങ്കിലും നന്മ നൽകുന്നവനാണെങ്കിലും അതൊക്കെ ലോകരക്ഷിതാവായ അള്ളാഹുവാണ്. അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ എനിക്ക് സംഭവിക്കുള്ളൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് എല്ലാ നിസ്കാരശേഷം പറയണത് എനിക്ക് റബ്ബെ നീ തീരുമാനിച്ചതേ വരുള്ളൂ എന്നാണ് പറയണത്. അല്ല, അത് പറയണത് അതിന് അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല. അതൊരു ഓട്ടോ പ്ലേ സാധനമാണ്. അസ്സലാമു അലൈക്കും സലാം വീട്ടിയാൽ പിന്നെ വരുന്നൊരു ഓട്ടോ പ്ലേ ആണ്, ഓട്ടോമാറ്റിക്കലായിട്ട്. അല്ലാതെ അത് ഹൃദയം തട്ടിയിട്ടൊന്നുമല്ല പറയണേ. ഹൃദയം തട്ടി പറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭയം ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഭയപ്പാട് ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് സംഭവിക്കുള്ളൂ എന്ന് വിചാരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, വീടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഒരു വലിയ മനസ്സമാധാനമാണ് കിട്ടുക ശരിക്കും. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എത്തൊരു കാര്യം വഴി വിഷമം വരും, അങ്ങനെ വിഷമം വരുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ രച്ച കേൾക്കുന്നുണ്ട്, ഒരു മുട്ടൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയാം ആൾക്കാർ. ശരിക്ക് സൂറത്തുൽ ബഖറ ആ വീട്ടിലെല്ലാവരും ശരിക്ക് കണ്ടിന്യൂസ് ആയി തുടർച്ചയായി നല്ല സമയമെടുത്ത് കുറേ കാലം ഓതി അവിടെ ഖിറാഅത്ത് കേൾപ്പിച്ച് പിന്നെ ഉളൂവിൻ്റെ ഒരു പരിശുദ്ധി ഉണ്ടായി,
പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ പിന്നെ രൂപങ്ങൾ ഇതൊന്നും ഷോക്കേസ് ചെയ്യപ്പെടാതെ നിന്ന് അങ്ങനെ ഒരു ദീനി സമ്പ്രദായമായിട്ട് പോകുമ്പോൾ ആ ഒച്ചയ്ക്ക് അവിടുന്ന് പോണത് നമുക്ക് 100% ബോധ്യപ്പെടും. ഒരു പ്രശ്നമല്ല, നമുക്ക് ശരിയായ രീതിയിൽ തൗഹീദിൽ നിന്നുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ പറ്റും. ഷിർക്കിൻ്റെ വഴിയിലൂടെ പോയി പരിഹരിക്കണ ആളുകളുണ്ടാകും, ചിലപ്പോൾ പരിഹാരമാണെന്ന് തോന്നുന്നുണ്ടാകും, പക്ഷേ അവരുടെ വിശ്വാസവും നിലപാടൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടേ അത് സാധിക്കുള്ളൂ. അത് ആയിഷ റളിയല്ലാഹു തന്നെ പറഞ്ഞതാണ്, ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവർ ചെയ്യണ പല കാര്യങ്ങളും ശരിയായി വരണ്ടല്ലോ നബിയെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉത്തരമുണ്ട്. അവൻ്റെ അടുത്ത് കിട്ടിയ ഒരു കാര്യത്തുമ്പോൾ 100 കളവ് കൂട്ടിച്ചേർത്ത് അവനത് പറയുമ്പോൾ അത് എപ്പോഴോ ഇതാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ. അതും കൂടിയൊക്കെ ഇതിൻ്റെ കൂടെ ഈ വിഷയത്തിൽ ആ സ്ത്രീയുടെ മറുചേരിയിൽ നിൽക്കുന്നവർ ചിന്തിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു സഹോദരിയുടെ ചോദ്യമുള്ളത് അവരുടെ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് 2 പെൺകുട്ടികളുണ്ട്. മൂത്ത മകൾക്ക് ഇപ്പോൾ കുറച്ചായി ദേഷ്യമാണ്, എന്തു പറഞ്ഞാലും എന്നോട് ദേഷ്യം പിടിക്കുകയാണ്. അവരുടെ കൂട്ടുകാരികളൊക്കെ കുറച്ച് മോഡലായി നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവൾക്കും അതുപോലെ തന്നെ നടക്കാൻ ഇഷ്ടമാണ്. ഞാൻ അവളെ വളർത്തിയത് അങ്ങനെയല്ല. ഖുർആൻ ഓതുവാൻ പറഞ്ഞാൽ ഓതാത്ത പ്രശ്നമുണ്ട്. തട്ടം നേരെയിടാൻ പറഞ്ഞാൽ അവൾക്ക് ദേഷ്യമാണ്. ഒരു കാര്യം തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-4 തവണ പറയണം, എന്നാലും അനുസരിക്കൂല. അവസാനം ചീത്ത പറയണം, അപ്പോൾ അവൾക്ക് അതിനേക്കാൾ ദേഷ്യമാണ്. ഞാൻ എങ്ങനെ അവളോട് സംസാരിച്ചാലും എന്നോട് തെറ്റായിട്ടാണ് സംസാരിക്കുക. അവളെ ഒരു നല്ല കുട്ടിയായി എനിക്ക് കൊണ്ടുവരണം എന്നാണ്. ഒരു മൂത്ത കുട്ടിക്ക് കൗമാരപ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇളയ കുട്ടിയും പെൺകുട്ടി ഇത് കണ്ട് വളരുമോ എന്നൊരു ഭയവും അവർക്കുണ്ടാവും. ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ഒന്നുകൂടി ചെവി കൂർപ്പിച്ച് കേൾക്കും. ഇതൊരു കോമൺ പ്രശ്നമായിരിക്കും. സബ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും. ഇവിടെ 2 അടിസ്ഥാനങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മളെ പാരൻസ് കുട്ടികളുടെ വളർച്ചക്കനുസരിച്ച് അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കും, ഭക്ഷണം കൊടുക്കും. ചെറിയ കുട്ടിയാകുമ്പോൾ പാൽ കൊടുക്കും, പിന്നെ പതുക്കെ ലാക്ടോജൻ കൊടുക്കും, പിന്നെ വല്ല കോറേ സാധനമൊക്കെ ഇങ്ങനെ കാല് കടത്തിയിട്ടും കൈ പിടിച്ചിട്ടൊക്കെ കൊടുക്കും, പിന്നെ പാമ്പേഴ്സ് ആക്കി കൊടുക്കും. അങ്ങനെ ആ ഒരു സാധനം, ഡ്രസ്സ് സാധനം, വസ്ത്രം, അതൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഈ കുട്ടി വളരുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സ് വളരുന്നുണ്ട്, ഈ കുട്ടിയുടെ നിലപാട് വളരുന്നുണ്ട്, ഒരാശയ രൂപീകരണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ടീനേജിലേക്ക് എത്തുമ്പോൾ ഒരുതരം സംഘർഷം അവിടെ രൂപപ്പെടുന്നുണ്ട്. ഇതൊന്നും പൊതുവെ രക്ഷിതാക്കൾ എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല. ടീനേജിലേക്ക് എത്തിയ ഒരു കുട്ടിക്കുണ്ടാകുന്ന ജീവിത സന്ദർഭങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ മനസ്സിലാക്കാത്ത ഒരു രക്ഷിതാവ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അന്ധയാണ്, ബ്ലൈൻഡാണ്. മനസ്സിലായില്ലേ? അവർ കാണുന്നുണ്ടെങ്കിൽ അവർ കാണുന്നില്ല, കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കണില്ല എന്നുള്ളതാണ് സത്യം. കാരണം കുട്ടിയുടെ ഉള്ളിൽ ഹോർമോണുകൾ വളരുന്നുണ്ട്. ആ പ്രായത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവേ ഈ വിഷയങ്ങൾ ടീനേജുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ വായിക്കുമ്പോഴും അത്തരം ക്ലാസ്സുകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് ആ ഒരു ഏജിൽ ഇവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവില്ല എന്നാണ്. ഞാൻ സാധാരണ ഉദാഹരണം പറയാറുള്ളത്, 2 ബിൽഡിംഗ് ഉണ്ട്. എ എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ബി എന്ന് പറയുന്ന ബിൽഡിംഗ് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ചാടാം എന്നതാണ് ചിന്തിക്കുക. ചാടിയാൽ എന്ത് സംഭവിക്കും എന്നാലോചിക്കില്ല. എങ്ങനെ ചാടാം, എങ്ങനെ റീലെടുക്കാം, ആ ചാട്ടം എങ്ങനെയൊക്കെ ഭംഗിയാക്കാം, കറങ്ങി ചാടാൻ പറ്റുമോ. പിന്നെ ഈ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാതെയാണ് രക്ഷിതാക്കൾ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യൽ ഇതിൽ ഇടപെടാറുള്ളത്. നല്ല ചൂടുള്ള ചായ അത് മനസ്സിലാക്കാതെ വായിലേക്ക് വെച്ചുകൊണ്ടാണ് അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയാണ് ഇവിടെ പൊതുവെ രക്ഷിതാക്കൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ രക്ഷിതാവിനോട് പറയണത്, കുട്ടിയുടെ മനോനിലയും മനഃശാസ്ത്രവും ഒക്കെ പൂർണ്ണമായി അറിഞ്ഞും ഉൾക്കൊണ്ടും നമുക്ക് സമീപിക്കാൻ കഴിയണം. 99% രക്ഷിതാക്കൾക്കും അത് കഴിയണില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം ഉപദേശമാണ്. ഉപദേശം എങ്ങനെ എന്നുള്ളതൊരു കോഴ്സാണ് ശരിക്ക്. ഇപ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കുറേ അത് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താണ്. 7 കാര്യങ്ങളിവിടെ ഒരു ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഉപദേശം എന്ന് പറയുന്ന സാധനം ആരോടാണെങ്കിലും, മക്കളോടാണെങ്കിലും സ്കൂളിലെ കുട്ടികളോടാണെങ്കിലും ആരോടാണെങ്കിലും അതിൽ ഇഖ്ലാസ് വേണമെന്നാണ്. ഉപദേശിക്കുന്ന ആൾക്ക് പ്യുവറായിട്ട് ഇത് പടച്ചവൻ്റെ അടുത്ത് എനിക്ക് കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. എത്ര രക്ഷിതാക്കൾ അതിനൊരു ഇബാദത്തിൻ്റെ മനസ്സോടെ സമീപിക്കലുണ്ട്.
അപ്പം തന്നെ അതിൻ്റെ അതിലൊരു പ്രശ്നം വരുന്നുണ്ട്, അതിലൊരു കലർപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ പർപ്പസ്, ആ ലക്ഷ്യം എന്ത് ചെയ്യൂല, നടക്കൂല. രണ്ടാമത്തെ കാരണം പിന്നെ ആ ഉപദേശിക്കുന്ന വ്യക്തി 100% എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് കുട്ടിക്ക് ഫീൽ ചെയ്യണം. കുട്ടിക്ക് ഇങ്ങനെ ഇതന്നെ വെറുതെ കൺട്രോൾ ചെയ്യാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുക. ഇപ്പം അമ്പിയാക്കൾ പോലും ആനലക്കും നാസിഹുൻ അമീൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മാർഗദർശിയാണ്, ഞങ്ങളോട് കൂലി ചോദിക്കണില്ല എന്നൊക്കെ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. എല്ലാ നബിമാരും പറഞ്ഞാണോ ആനലക്കും നാസിഹുൻ അമീൻ എന്ന്, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയാണെന്നുള്ളത്. അപ്പോൾ അത് പ്രവർത്തനത്തിലൂടെയും വാക്കിലൂടെയും ഒരു രക്ഷിതാവിന് എന്ത് ചെയ്യാൻ പറ്റണം, പ്രകടിപ്പിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയോട് നോ പറയേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താൽ 50 ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഏതാണ് ഏറ്റവും പ്രധാനമായി നോ പറയേണ്ടത്, കാഷ്വാലിറ്റീസ് ഏതൊക്കെയാണ്, ഏറ്റവും അപകടകരമായത് ഏതാണ്, അപ്പം അത് നോ പറയാം. അല്ലാത്തതൊന്ന് കണ്ണിയും വേണ്ടി വരും. ഓരോന്നിങ്ങനെ സെറ്റിൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ തെറ്റ് ചെയ്യാതെ കുട്ടികളെ ഉപദേശിക്കും, തെറ്റ് ചെയ്യാതെ, മനസ്സിലല്ലേ? അതായത് ഇപ്പോൾ 2 കുട്ടികളിങ്ങനെ നിൽക്കുന്നുണ്ട്, അപ്പോൾ ഒരു കുട്ടി കരയുണ്ട്, അപ്പം മറ്റേ കുട്ടീനെ പോയിട്ട് പൊട്ടിക്കുക അല്ലേ? എന്താ സംഭവം? ഈ കുട്ടി ചിലപ്പോൾ നല്ലൊരു കടി കൊടുത്തിട്ടുണ്ടാവും. കടി കൊടുത്തപ്പോൾ വലുത് എന്താണ്, കുറച്ചുകൂടി വലിയ കൈയല്ലേ, ഒന്നാണ് കൊടുത്തപ്പോൾ കരയായിരിക്കും. അപ്പം പ്രതിയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു തെറ്റ് നടന്നിട്ടുണ്ട്, കുറ്റക്കാരനാണ് എന്നുള്ളത് എന്തുകൊണ്ട് ഉറപ്പുവരുത്തണം. ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ്, ഒരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ജീവിതാവസ്ഥ ഉണ്ടായിരുന്ന ആളാണ്, ഹെൽത്ത് ലെവൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ അവരുടെ കുടുംബത്തിലൊക്കെ തന്നെ പെട്ട ഒരാൾ, ഞാൻ കല്യാണം കഴിച്ചോളാം, റിസ്ക് എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു കല്യാണം കഴിച്ചു, മക്കളില്ലാതെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. എപ്പോഴോ അവർ പ്രഗ്നൻ്റായപ്പോൾ എല്ലാവരും കൂടി അവരോട് ആവശ്യപ്പെട്ടു അത് അബോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അവർ വളരെ കണിശമായി പറഞ്ഞു, ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, ഇനി എൻ്റെ കുട്ടി ജീവിച്ചോട്ടെ, ഞാൻ ആര് പറഞ്ഞാലും അനുസരിക്കൂല എന്ന് കണിശമായി പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമല്ലാതെ കുഞ്ഞ് ജനിച്ചു. കുറച്ച് റിസ്കോട് കൂടെ അവരുടെ ജീവന് അപായപ്പെടുത്തപ്പെടാത്ത രീതിയിൽ തന്നെ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ ഈ കുട്ടീനെ അവർ താലോലിച്ച് വളർത്തുകയാണ്. അപ്പോൾ ഇവനെ പറ്റിയൊരു കംപ്ലയിൻറ്റ് വന്നു, ഇവൻ വരുമ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നമാണ്, മാവിനറിയുണ്ട്, കച്ചറയാണ്, ബഹളമാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞെടുക്കുക ഇവനെന്ന് പറഞ്ഞിട്ടാണ്. ഇവനെന്തോ ടൂറിൽ എന്തോ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് ലഹരിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ഒരു പ്രശ്നം ഇവനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇല്ല, എന്നെ പറ്റി വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്, എല്ലാ ആളുകളും എൻ്റെ ക്ലാസ്സിലിരിക്കണ സൈഡിൽ 2 ആളിരിക്കണ ആളുകളൊക്കെ അത് യൂസ് ചെയ്യണവരാണ്, എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു ഞാനിതിൻ്റെ ആളാണെന്ന്. അപ്പം അത് ഒരു പ്രധാന കാര്യമാണ്, അത് ആ ഇഷ്യൂ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, ഒരു കാര്യം കേട്ടാൽ അപ്പം തന്നെ എന്ത് ചെയ്യരുത്, അതിൽ ആക്ഷൻ എടുക്കാൻ പോകരുത്. നമ്മളെ തലൻ്റെ ഉള്ളിലെ ദേശത്തിൻ്റെ കെട്ടൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷം സ്വസ്ഥമായി ആ വിഷയത്തെ സമീപിച്ചാണ് എന്ത് ചെയ്യേണ്ടത്. കേൾക്കുമ്പോൾ തന്നെ അതിൽ വർത്തമാനം പറയാനും ഉപദേശിക്കാനൊന്നും പോകരുത്. അങ്ങനത്തെ കുറേ കാര്യമുണ്ടാവും. എല്ലാ കാര്യവും അങ്ങനെയെന്നല്ല ഞാൻ പറയണത്, കുറേ കാര്യം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. മറ്റൊരു വിഷയത്തിൽ ഇതിന് പറ്റിയ സമയവും സന്ദർഭവും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്, സംസാരിക്കാൻ പറ്റിയ. അപ്പം ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും മുന്നിൽ നിന്നാകരുത്. കൂട്ടുകുടുംബത്തിലാണെങ്കിൽ മൂത്താപ്പയൊക്കെ നിൽക്കുന്നിടത്തു നിന്നാകരുത്. കാരണം ഈ മൂത്താപ്പയൊക്കെ പിന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ. അതല്ലെങ്കിൽ അങ്ങാടിയിൽ വെച്ചാകരുത്, ആൾക്കൂട്ടത്തിലാകരുത്, ബസ്സിൽ വെച്ചിട്ടാകരുത്. ഇങ്ങനെ കൃത്യമായ സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവന് കേൾക്കാവുന്നൊരു മാനസികാവസ്ഥയുള്ള സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, വളരെ ബുദ്ധിപരമായിട്ടുള്ള വാക്കുകളാവുക. യാ ബുനയ്യ എന്നാണ് ആര് വിളിച്ചത്? ലുഖ്മാൻ അലൈഹി സ്വലാം വിളിച്ചത്. എൻ്റെ കുഞ്ഞോ എന്നാണ് വിളിച്ചത്. പച്ചിൻ്റെ കുഞ്ഞോ എന്നാണ് എൻ്റെ മലപ്പുറം ഭാഷ, യാ ബുനയ്യ എന്നുള്ളതിൻ്റെ. അപ്പോൾ അത് ആ നിലക്ക് ഏറ്റവും നല്ല ഭാഷയിൽ, എന്നാൽ ചിലത് വളരെ കണിശായിട്ട് പറയേണ്ടതായിരിക്കും, ചിലത് ചിലപ്പോൾ ഒന്ന് കൈവെക്കേണ്ടതായിരിക്കും. അതൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ ആർക്ക് പറ്റണം? ഈ പാരൻറ്റിന് ശരിക്ക് പറ്റണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കണം. ഈ ഉപദേശം മാത്രം ആകരുത്. ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടാകും, പക്ഷെ ഇതൊന്നും പ്രകടിപ്പിക്കൂല, ഒരു ഉമ്മ കൊടുക്കൂല, ഒന്ന് ചേർത്ത് നിർത്തൂല. ഇപ്പം നമ്മളെ 7ാം ക്ലാസ്സിൽ മാറിയ അറബി പാഠപുസ്തകം ഉണ്ടല്ലോ, അറബി പാഠപുസ്തകത്തിലെ 1ാമത്തെ പാഠം അൻത ജൗഹറത്തി എന്നായിരുന്നു, നീയാണ് എൻ്റെ രത്നം എന്നതായിരുന്നു. അപ്പോൾ സ്വന്തം മാല വിറ്റിട്ട് മോനെ ചികിത്സിക്കണ ഉമ്മാൻ്റെ കഥയാണ്. അപ്പോൾ ഞാൻ ഈ പാടെടുക്കുമ്പോൾ പൊതുവെ ഒരു ചാർട്ട് ചുമരിലൊട്ടിക്കും, ഉമ്മാക്കൊരു ഉമ്മ,
എന്നാണ് എൻ്റെ ടൈറ്റിൽ. ഉമ്മാക്കും ഉമ്മ അടുത്ത് വന്ന ആളുകളോടൊക്കെ ടിക്ക് ചെയ്യാൻ പറയും. കുട്ടികൾ വരും, അവരിങ്ങനെ ടിക്ക് ചെയ്യും. കുറേ ദിവസം കഴിയുമ്പോൾ ഞാനൊന്ന് വെരിഫൈ ചെയ്യും, ഒന്ന് പേരൊക്കെ വിളിക്കും, ഉമ്മയൊന്നും കൊടുക്കലില്ല എന്നൊക്കെ ഒന്ന് ചോദിക്കും. അപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഉമ്മ കൊടുക്കാത്ത കുറച്ച് കുട്ടികൾ. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഉമ്മ പറയാം എൻ്റെ ഒരു ആശ്ചര്യം. ഇപ്പോൾ റേഡിയോ പല ലഹജകളിലുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്. മലപ്പുറം ഭാഷയിൽ എൻ്റെ ഒരു ആശ്ചര്യം എന്ന് പറഞ്ഞാൽ നീ എന്തൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അർത്ഥം. എന്നും പണ്ടുമില്ലാത്തൊരു സംഭവം ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉമ്മാക്ക് ഉപ്പാക്ക് ഉമ്മ കൊടുക്കാൻ ചെല്ലുമ്പോൾ, ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ അതവർക്ക് ഫീൽ ചെയ്യണില്ല എന്ന്, മീൻസ് അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് അവർക്ക് ആവശ്യം അവർക്ക് തോന്നണില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇതിൽ ഉണ്ടാകേണ്ടതാണ്. അതേപോലെ തന്നെ ഏറ്റവും രഹസ്യമായി ഉപദേശിക്കാൻ ശ്രമിക്കുക എന്നുള്ളതിൽപ്പെട്ടതാണ്. അതേപോലെ ഉപദേശിക്കുന്ന വിഷയത്തിൻ്റെ കണ്ടൻറ്റ്. ഇപ്പോൾ ഉമ്മ ഖുർആൻ പാരായണം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉമ്മ ഇപ്പൊക്കെ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു സമയത്ത് ഇങ്ങനെ ഖുർആൻ ഓതി 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 വരുന്നത് കാണുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, അതിലേക്ക് എത്തും. ചില കാര്യങ്ങൾ വർത്താനം പറഞ്ഞിട്ടല്ല, പ്രവർത്തിച്ചിട്ടാണ് കാണിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ഒരു ഫർളായ സംഗതി അല്ല ചിലപ്പോൾ, അല്ലേ, തലമറക്കുന്നത് പോലെയല്ല. അപ്പോൾ ആ ഹിജാബ് കുട്ടികൾ ഇടാതിരിക്കാനുള്ള ഒരു സാമൂഹിക കാരണം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ താന്തോന്നികളായ തമ്മാടികളായ കുറേ ക്യാമ്പയിനേഴ്സ് ഉണ്ട്, കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആളുകൾ. അതിൻ്റെ സ്വാധീനമുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യണത്, ജീവിക്കണത്. അപ്പോൾ ഉമ്മ ശരിക്കും എന്ത് ചെയ്യണം, നമ്മുടെ ഡയലോഗ് പരമ്പരയൊക്കെ കേൾക്കണം, കുട്ടികളെ എന്ത് ചെയ്യണം, ഇതൊക്കെ കേൾപ്പിക്കണം. അപ്പോൾ ആ ഒരു മുന്നറിവ് സൃഷ്ടിക്കണം. ഹൈസ്കൂളിലേക്കാണ് പോകുന്നത്, അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നത് പറയാതെ പറയണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നിലമ്പൂരിൽ നമ്മൾ ഡയലോഗ് എടുക്കുമ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഗേ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മൾ കാര്യമായിട്ട് എടുത്തത്. അപ്പോൾ എൻ്റെ മോനൊരു ദിവസം അപ്പോൾ ഞാൻ വൈഫിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യത്തെ കണ്ടൻറ്റ് മൊത്തത്തിൽ കണ്ടപ്പോൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ അജണ്ട പൂർത്തിയായപ്പോൾ എനിക്ക് തോന്നി ഇത് കുട്ടികൾ കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് മോനൊക്കെ ഒന്ന് കാണണമെങ്കിൽ നല്ലതാണ്. മോളെ ഫുള്ളായിട്ട് നിർബന്ധിക്കൊന്നും വേണ്ട, ഓനിരുന്ന് കണ്ടോട്ടെ, നീ ഒന്നിച്ചിരുന്ന് കണ്ടോളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് കണ്ടു. പിന്നെ ഇവന് എനിക്ക് കൊണ്ടതെന്ന് 6ാം ക്ലാസ്സിലാണ്. പിന്നെ 6ാം ക്ലാസ്സിലെ ഇവനിങ്ങനെ ക്ലാസ്സിലിരുന്നിട്ട് അവൻ്റെ കയ്യിലെന്തോ ഇങ്ങനെ ഒരു എസ്ന്നോ എന്തോന്ന് എഴുതി. അപ്പോൾ ഇത് നിൻ്റെ ഗേൾ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചു. പോടാ അവിടെ നിന്ന് പറഞ്ഞ പേര് ഗേൾ ഫ്രണ്ട്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ നീ ഗേ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം വന്നിട്ട് പിന്നെ ഉമ്മാനോട് പറയണത്, ബാസിൽ കാക്ക പറഞ്ഞു ശരിയാണമ്മ, എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി നീ ഗേ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പോൾ ഒരു മുന്നറിവ് അവിടെ കിട്ടിയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു അജണ്ട അമ്മ ഒരു ശ്രദ്ധ ഉണ്ടാവും. ഇതേപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പം ചെറിയ പ്രായമാകുമ്പോൾ കുട്ടിക്ക് 7 വയസ്സാകണ സമയം നോക്കിയിട്ട് ഓൺലൈനിൽ നമ്മളൊരു നല്ല മുസല്ല ബുക്ക് ചെയ്യുന്നു. ആ ദിവസം ഒരു മുസല്ല അങ്ങനെ വരുന്നു. ആ ദിവസം ഏകദേശം കണ്ട് റെഡിയാക്കിയിട്ട് ആ മുസല്ല അവന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്നു. ഒരു ഞാൻ വാങ്ങി ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ടോർച്ച്, ചെറിയൊരു ടോർച്ച്. ഞങ്ങളെ തറവാട്ട് വീട്ടിലൊരു പള്ളിയുണ്ട്, അവിടെ ആയിരുന്നു ഞങ്ങൾ നേരത്തെ. നമുക്ക് ടൗണിൽ പള്ളി വരുന്നതിൻ്റെ മുമ്പ് അവിടെയാണ് പോയിരുന്നത്. അപ്പോൾ ആ ടോർച്ചൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് അവനെന്തിനാണ് പള്ളിയിൽ വരുന്നത്, ടോർച്ച് അടിക്കാനാണ്, മനസ്സിലല്ലേ. അതേപോലെ തന്നെ രാവിലെ ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെ റയർ ദിവസങ്ങളിൽ പോയിട്ട് നേരെ പള്ളിയിൽ നിന്ന് പോയിട്ട് ഒരു ചായയും ഒരു നെയ്യപ്പോ ഒരു വെള്ളപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നു. പിന്നെ അവൻ അല്ലെങ്കിൽ അവൾ നിസ്കരിക്കണീനെ നമ്മൾ നന്നായി എല്ലാവരോടും ഇങ്ങനെ പറയുന്നു, എന്തോ നല്ല നിസ്കരിക്കാൻ പോണ കുട്ടിയാണ്, ഉഷാറാണ്. ഈ പ്രോത്സാഹനങ്ങൾ, ഇങ്ങനത്തെ കുറേ പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്. ഉപദേശം എന്ന് പറയുന്നത് ഇങ്ങനെ നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണമെന്ന് പറയൽ മാത്രമല്ല, അതുകൂടി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഈ കുട്ടീൻ്റെ കാര്യത്തിൽ ആ പാരൻ്റ് ശ്രദ്ധിക്കേണ്ടത്, ഈ കുട്ടി ഒരു ലിബറൽ കാഴ്ചപ്പാടുള്ള ഫ്രണ്ട്സിൻ്റെ വലയത്തിൽ അവൾക്ക് ചില സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ പൊതുവെ അതിൽ ഇൻവോൾവ് ആയിരിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, തട്ടം, ഇപ്പോൾ നമ്മളൊക്കെ അധ്യാപകർ നിലയ്ക്ക് നമ്മൾ ശരിക്കും കാണുന്നതാണ്. അപ്പം അങ്ങനത്തെ വിഷയങ്ങളിൽ അവൾക്ക് നല്ല ക്ലാരിറ്റി കൊടുക്കണം. എന്തിനാണ് തട്ടിടുന്നത്, എന്താണ് തട്ടിടുമ്പോഴുള്ള നിബന്ധനകൾ, തട്ടിട്ടാനുള്ള മെച്ചം എന്താണ്, അത് ശരിക്കും കണക്ക് വെച്ച് സമർത്ഥിക്കാൻ പറ്റുമല്ലോ, കണക്ക് വെച്ച് ബോധ്യപ്പെടുത്താൻ പറ്റും. ഇടുന്ന ആൾക്ക് കിട്ടുന്ന സുരക്ഷ എന്താണ്, ഇട്ടിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, പരലോകവും നരകവും മാത്രമൊന്നുമല്ല, അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള, അതിന് രക്ഷിതാക്കൾ പഠിക്കണം, അതിന് രക്ഷിതാക്കൾക്ക് QHLS പോകണം, മക്കളെ CRE പറഞ്ഞേക്കണം, ജുമാ ഖുത്തുബകളിൽ അങ്ങനെ വരണം. നമ്മുടെ ഖുത്തുബ പറയണ പള്ളിയിലെ ഖത്തീബിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവരോട് സംസാരിക്കണം. അതേപോലെ പീസ് റേഡിയോ ഒക്കെ മുന്നോട്ട് വെക്കണം, ഈ മദ്രസ പോലുള്ള കോഴ്സുകളുടെ ഭാഗമാവണം. എന്നിട്ട് നിങ്ങളെ റിക്വയർമെൻറ്റ് നിങ്ങൾ പറഞ്ഞോളി, അങ്ങനത്തെ ക്ലാസ്സുകൾ നമുക്ക് സെറ്റ് ചെയ്ത് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്.
നിങ്ങൾ കുട്ടികളോടുള്ള ഭാഷ സംബന്ധിച്ച് വാക്ക് പറഞ്ഞപ്പോഴേ ഇന്ന് റേഡിയോയിൽ കേട്ട ഒരു കാര്യം, കെ എം മൗലവിയുടെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് അവിടെയുള്ള സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി അവിടെ ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ടായിരുന്നു. അത് അവർ തമ്മിലുള്ള വാപ്പാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഉച്ചഭക്ഷണത്തിന് അവിടെ പോകുന്നത്. ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടതെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവിടെ പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച സമയത്ത് കെ എം മൗലവിയുടെ ഉപദേശത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു എന്ന് ആ കുട്ടി മനസ്സിലാക്കിയെന്നാണ്. അപ്പോൾ കെ എം മൗലവി നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച ഒരു കുട്ടിയെ കണ്ടാൽ എങ്ങനെയാണത് പറഞ്ഞു കൊടുത്തിരുന്നതെന്നുള്ളതിന് ഒരു വാക്ക് ഇതാണ്: മോനെ, നീ എൻ്റെ വസ്ത്രം, എൻ്റെ തുണി അത് നെര്യാണിക്ക് താഴെ താന്നു പോയിട്ടുണ്ടോ നോക്ക്, താന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് കയറ്റിയെടുക്കാനാണ്, എനിക്കത് ഇങ്ങനെ കാണൂലല്ലോ എന്ന് പറയുന്നു. അപ്പം അത് അവൻ നീ അങ്ങനെ ചെയ്തു എന്ന് പോലും പറയാതെ, അതുപോലും വേദനിപ്പിക്കുന്ന രൂപത്തിൽ പറയാതെ, എന്നാൽ ആ കുട്ടികൾ അത് പിന്നെ സ്വയം തിരിച്ചറിഞ്ഞ് മാറ്റം വരുത്തിയെന്ന്. അപ്പോൾ ആളുകൾക്കിടയിൽ ഉപദേശം കൊടുക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഓരോ കുട്ടിയെയും നമ്മൾ ഓരോ വ്യക്തിയായി കണ്ട് അവനും അഭിമാനമുണ്ട് എന്ന് മനസ്സിലാക്കി അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ എല്ലാം പരിഗണിച്ച് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത് പറയാൻ കഴിയാത്തൊരവസ്ഥ അതുണ്ടാകുന്നതിനെയും നമ്മൾ തീർച്ചയായും ഭയപ്പെടണം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. തീർച്ചയായും സ്നേഹക്കൂടിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ അയക്കാം. സ്നേഹക്കൂടിൻ്റെ യൂട്യൂബ് ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ വീഡിയോകൾ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുക. അള്ളാഹു ഇതൊരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.